How important your mental stability if you are a trader. മെൻ്റൽ സ്റ്റെബിലിറ്റി അല്ലെ മൈൻഡിൻ്റെ സ്റ്റെബിലിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് പല കാര്യങ്ങളും നമുക്ക് പറയാം. അതായത് എടുക്കുന്നൊരു ഡിസിഷനിൽ ഉറച്ചു നിൽക്കുക, അല്ലെങ്കിൽ ഡിസിപ്ലിൻ ആകുക. എടുക്കുന്നൊരു ഡിസിഷനിൽ ഉറച്ചു നിൽക്കുക എന്ന് പറയുന്നതിന് ഡിസിപ്ലിനാണ് ആക്ച്വലി. അതായത് രാവിലെ ജിമ്മിൽ പോകുമെന്ന് തീരുമാനിച്ചാൽ അവിടെ പോവുക, അല്ലെങ്കിൽ അത് പിന്നെ ലേസി അടിച്ചിരിക്കാതിരിക്കുക. അതിനെയാണ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഞാൻ ഫോളോ അപ്പ് ചെയ്യേണ്ട റിസ്ക് റിവാർഡ് ഞാൻ ഫോളോ അപ്പ് ചെയ്യും, അല്ലെങ്കിൽ ഞാൻ ചെയ്യേണ്ട കാര്യം ഞാൻ ഫോളോ അപ്പ് ചെയ്യും എന്നുള്ളൊരു സംഭവമാണ് ആക്ച്വലി. ആ ഒരു ഏരിയയിലേക്ക് എത്തിപ്പെടുക എന്ന് പറയുന്നത്, ഒരു കാര്യം ഞാൻ കോട്ട് ചെയ്യാം. അതായത് ട്രേഡിംഗ് ഈസ് നോട്ട് ഓൾ അബൌട്ട് ടെക്നിക്കൽ. ബട്ട് ഞാൻ എൻ്റെ വീഡിയോയിൽ പല കാര്യങ്ങളിലും ഞാൻ ഇതിന് മുന്നേയും പറഞ്ഞിട്ടുണ്ട്. അതായത് എൻ്റെ വീഡിയോ കുറച്ച് നാൾ കൊണ്ട് വാച്ച് ചെയ്യുന്ന ആൾക്കാരാണ്, നിങ്ങൾക്ക് അറിയാം. അതായത് ടെക്നിക്കലിൻ്റെ ഇമ്പോർട്ടൻസ് ഇതും വേണ്ടി ഉണ്ടെന്ന് ഞാനൊരു വീഡിയോയ്ക്കകത്ത് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. സോ ഇതെല്ലാം കണ്ടിട്ട് ഞാൻ പറയട്ടെ, ഞാനിപ്പോൾ സംസാരിക്കാൻ പോകുന്നത് ഒരു ബിഗിനറിനോടല്ല. എൻ്റെ ഈ വീഡിയോ ഒരിക്കലും ഒരു ബിഗിനർ കണ്ടാലും എത്രത്തോളം ഡീപ്പായിട്ട് മനസ്സിലാകുമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ സംസാരിക്കാൻ പോകുന്ന ഒന്നെങ്കിൽ ഒരു 3-4-5 വർഷമൊക്കെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളതോ, അല്ലെങ്കിൽ ഒരു 2-3 വർഷം എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു ട്രേഡർ ഹു ആർ സ്ട്രഗ്ലിംഗ് വിത്ത് ദെയർ ഇമോഷൻ ഓർ ദെയർ പേഴ്സണൽ ലൈഫ് ആൻഡ് ദെയർ കണക്റ്റിംഗ് ദെയർ പേഴ്സണൽ ലൈഫ് ടു ട്രേഡിങ് എന്നുള്ളൊരു ലെവലിൽ നിൽക്കുന്ന ആൾക്കാരാണ്. അതായത് എന്നെപ്പോലെ. എൻ്റെ മെൻ്റൽ സ്റ്റെബിലിറ്റി ഞാൻ പറയാം. ഈ ഒരു വീഡിയോ ഞാൻ റെക്കോർഡ് ചെയ്യുന്നത് രാവിലെ 7:30. അതിൻ്റെ ഒരു മേജർ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഇന്നലെ നൈറ്റ് കിടക്കുന്നതിന് മുന്നേ ഒരു മെസ്സേജ് കണ്ടു. എൻ്റെ മെൻറ്റർഷിപ്പിലുള്ള ഒരാൾ എനിക്ക് മെസ്സേജ് ചെയ്യണം. അയാളുടെ പേഴ്സണൽ ലൈഫിലുണ്ടായ ചെറിയൊരു കാര്യം, ചെറിയല്ല അത്യാവശ്യം വലിയൊരു കാര്യം, അയാളെ നല്ല രീതിയിൽ തന്നെ ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാര്യം എന്താണെന്ന് ഒബ്വിയസ്ലി നിങ്ങൾക്ക് ചിന്തിച്ചാൽ തന്നെ അറിയാൻ പറ്റും. ഇറ്റ്സ് എ റിലേഷൻഷിപ്പ് മാറ്റർ. സോ ഇങ്ങനെ പല കാര്യങ്ങളും നമ്മളൊരു മോറോവർ നമ്മളൊരു ഹ്യൂമനാണ്. ഈ ട്രേഡർ ആണെന്നുണ്ട് എന്തൊക്കെ പറഞ്ഞാലും മോറോവർ വി ആർ ഹ്യൂമൻസ്. വി ഹാവ് നമുക്ക് നമ്മുടെ ഫീലിങ്സ് ഉണ്ട്, നമുക്ക് നമ്മുടെ ഇമോഷൻസ് ഉണ്ട്. ഒരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതെല്ലാം കംപ്ലീറ്റ്ലി മാറ്റി വെച്ചിട്ട് നാളെ മുതൽ റോബോട്ടിനെ പോലെ ട്രേഡ് ചെയ്യാന്നുള്ളൊരു സംഭവം ലിറ്ററലി ഇല്ല. അങ്ങനെ ഒരു സംഭവം എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അങ്ങനെ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ എനിക്കറിയില്ല. ഞാൻ എൻ്റെ ലൈഫിൽ എനിക്കത് ആപ്ലിക്കബിൾ ആയിട്ടില്ല. അതായത് ഞാൻ കുറേ ട്രൈ ചെയ്തതാണ്. അതായത് ഓക്കെ, നാളെ ഒരു ടൈം ടേബിൾ ലൈഫ് ഞാൻ ഫോളോ അപ്പ് ചെയ്തു. ട്രൈങ് സോ ഹാർഡ് ടു ബിക്കെയിം ദാറ്റ് ലെവൽ. അതായത് ഫ്രം സ്വിച്ച് ഇട്ട പോലെ ചേഞ്ച് ചെയ്യാനുള്ള ലെവൽ. ബട്ട് എനിക്കത് വർക്കായില്ല. അത് എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഞാൻ ഓപ്പണായിട്ട് പറയുന്നത് അത് വർക്കാകത്തില്ല. ഇതൊരു സ്ലോ സ്റ്റഡി പ്രോസസ്സാണ്. ആ ഒരു ഇവല്യൂഷൻ എന്ന് പറയുന്നത്, ആ ഒരു മെൻ്റൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഞാനിവിടെ കോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കുറച്ച് കാര്യങ്ങളുണ്ട്. ഞാൻ ഒന്നും ചിന്തിച്ചിട്ട് പറയുന്നതല്ല, എൻ്റെ മൈൻഡിൽ വന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, നിങ്ങൾ മെൻ്റൽ സ്റ്റെബിലിറ്റി ആസ് എ ട്രേഡർ. ഒന്നെന്ന് പറയുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്സ്, ഓക്കെ. രണ്ടെന്ന് പറയുന്നത് നിങ്ങളുടെ റിലീജിയൻ. ഇവിടെ ഒരിക്കലും ഞാൻ ഒരു കോൺട്രവേഴ്ഷ്യൽ ടോപ്പിക് എടുത്തിട്ട് സംസാരിക്കുമല്ല റിലീജിയൻ. ഞാനിവിടെ ഗോഡിനെ പറ്റി സംസാരിക്കുക അങ്ങനെയൊന്നുമല്ല ഞാൻ പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒരു പേഴ്സ്പെക്റ്റീവ് എന്ന് പറയുന്ന ഒരു ബെസ്റ്റ് മെൻ്റൽ മോഡൽ എന്നുള്ള രീതിയിലാണ്. അതായത് ഒരു ട്രേഡർ ഒരു റിലേഷൻഷിപ്പിനെ കാണുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഒരു ട്രേഡറുടെ ലൈഫിൽ ഒരു റിലീജിയൻ ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു ഗോഡ്, അല്ലെങ്കിൽ ഒരു ലിവിങ് ഹോപ്പ്, അല്ലെങ്കിൽ സംതിങ് ലൈക്ക് ദാറ്റ്, ഓക്കെ. അത് ഗിവിങ് എ ഹോപ്പ് ടു സംതിങ് എന്നുള്ളൊരു സംഭവത്തിൽ നിങ്ങൾക്ക് എത്രത്തോളം ഇമ്പോർട്ടൻസ് അല്ലെ ഡിഫറൻസ് ലൈഫിൽ കൊണ്ടുവരാൻ പറ്റും എന്നുള്ളൊരു സംഭവമാണ് ഞാൻ പറയാൻ പോകുന്നത്. എഗെയിൻ, എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്ന പോലെ തന്നെ ഇതൊന്നും ഫാക്റ്റാണ്, അല്ലെങ്കിൽ ഇതാണ് സയൻറ്റിഫിക് ഫാക്റ്റ് എന്ന് ഞാൻ ഒരിക്കലും ആർഗ്യൂ ചെയ്യല്ല. ദിസ് ഈസ് മൈ പെർസ്പെക്റ്റീവ്, ദിസ് ഈസ് മൈ വ്യൂ. ഇത് ചിലപ്പം വേറൊരാൾക്ക് അത് ഡിഫറെൻ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഇത് വേറൊരാൾക്ക് ഇത് വെറും പൊട്ടയായിട്ട് തന്നെ തോന്നാം. ഐ ഡോണ്ട് കെയർ. ഞാൻ ഇത് പറയുന്ന പല കാര്യങ്ങൾക്കും പലർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് വി ടോക്ക് അബൌട്ട് ദ റിലേഷൻഷിപ്പ്. ഞാൻ പറഞ്ഞിട്ട് ഈ ട്രേഡിങ്ങിലേക്ക് വരുന്ന ഇപ്പോൾ കാണുന്ന കുറേ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വരുന്ന മെജോറിറ്റി ആൾക്കാരും ഒരു 25 വയസ്സിൽ താഴെയുള്ള ആൾക്കാരാണ്. എനിക്ക് മെസ്സേജ് അയക്കുന്നതാണെങ്കിലും ഉണ്ട്, മെസ്സേജ് അയക്കുന്നതിലും 45 വയസ്സുള്ള ആൾക്കാർ മുതൽ 16 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ള ആൾക്കാർ എനിക്ക് DM ചെയ്യാറുണ്ട്. ഞാൻ പറഞ്ഞത് ഇതിനെ വെച്ച് മെജോറിറ്റി ആയിട്ട് എടുക്കുമ്പോൾ ഹാവ് സീൻ സോ മെനി പീപ്പിൾ ഇൻ ദാറ്റ് കാറ്റഗറി. അതായത് ഒരു 20 to 25 or 28 ആ ഒരു ഏജിൻ്റെ ഇടയിലാണ്. നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, ഈ 20 to 28 വയസ്സുള്ള ഒരു മെയിൽ, ഞാനൊരു ആണിനെ പറ്റിയാണ് പറയുന്നത്. ആളുടെ ലൈഫിൽ ഒന്നെങ്കിൽ ആൾ സെറ്റിലാവാൻ ശ്രമിക്കുന്ന സമയമായിരിക്കും. ഞാൻ പറയുന്ന ഒരു കോമൺ മാനിനെ പറ്റി, അത്ര ലക്ഷറിയസ് ലൈഫൊന്നും ജീവിക്കാത്ത ഒരു ആവറേജ് ഫാമിലിയിൽ ജനിച്ച് വളർന്ന്, അല്ലെങ്കിൽ ബിലോ ആവറേജ് ഫാമിലിയിൽ ജനിച്ച് വളർന്ന് ഫാമിലി റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ടേക്ക് കെയർ ചെയ്യേണ്ട ഒരാൾ
ഒരു 20 മുതൽ 28 വയസ്സ് വരെ ഒരു ആണിൻ്റെ ജീവിതം എന്ന് പറയുന്നത് ഇറ്റ്സ് ഹോറിബിൾ. ലൈക്ക് ഒന്ന്, അതിനകത്ത് ഫാമിലി ടേക്ക് കെയർ ചെയ്യണം, ക്യാഷ് ഉണ്ടായിരിക്കണം. 2, സ്വന്തം ലൈഫ് സെറ്റിലാക്കണം, അതായത് ഒരു ഫാമിലി ലൈഫ് ബിൽഡ് ചെയ്യണം. അതിനകത്തുള്ളതാണ് ഈ റിലേഷൻഷിപ്പ്, ഒരു പാർട്ട്ണറിനെ കണ്ടെത്തുക. അതേപോലെ തന്നെ അതിൽ ഒരു 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 എന്താണ് അത് നമ്മളൊരു ട്രാപ്പിൽ പോയി വീഴാതെ കറക്റ്റായിട്ടുള്ള ഒരാൾ നമ്മുടെ ലൈഫിലേക്ക് വരിക എന്ന് പറയുന്നൊരു സംഭവം. ആ ഒരു ഏരിയയിലാണ് ഞാൻ റിലേഷൻഷിപ്പിലേക്ക് പറയുന്നത്. കാര്യം ഈ ഒരു ഏരിയയിൽ ഞാൻ എൻ്റെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഈ ഒരു ടോപ്പിക്കിനെ പറ്റി സംസാരിക്കുമ്പോൾ ഞാൻ എന്നോട് ചോദിച്ച കാര്യമാണ്. ഇതിലെനിക്ക് എക്സാമ്പിൾ എടുത്ത് പറയണമെങ്കിൽ ഞാൻ എൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ എൻ്റെ ലൈഫിൽ പല കാര്യങ്ങളോട് എനിക്ക് എക്സ്പോസ് ചെയ്ത് പറയേണ്ടതായിട്ടുണ്ട്. ഞാൻ അതിൽ ഓക്കെ ആണെങ്കിൽ മാത്രമേ ഈ ഒരു വീഡിയോ പറ്റി ചെയ്യാവൂ. അല്ലെങ്കിൽ എനിക്ക് വേറെ ഒരാളുടെ ലൈഫിൽ എക്സാമ്പിൾ എടുക്കാൻ, അതായത് അതിൻ്റെ ആവശ്യം എനിക്കില്ല. അതായത് എൻ്റെ ലൈഫിലുള്ള കാര്യങ്ങളാണ് ഞാൻ ഇവിടെ വന്ന് ഏറ്റവും കൂടുതൽ എക്സ്പോസ് ചെയ്ത് പറയുന്നത്. അപ്പോൾ എൻ്റെ ലൈഫിൽ നടന്ന കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ട് ഞാൻ പറയാം. അതായത് ഞാൻ ട്രേഡിങ് എന്നൊക്കെ പറയുന്ന സംഭവത്തിനെല്ലാം മുന്നേ, അതായത് നമ്മുടെ മൈൻഡിലേക്ക് വരുന്നത് ക്യാഷ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഞാൻ പണ്ട് ദുബായി പോയി, ഞാൻ പഠിച്ചത് BBA ഏവിയേഷനാണ്. അപ്പോൾ അത് കളഞ്ഞിട്ട് അത് പഠിച്ച ജോലി കിട്ടിയില്ല. കാര്യം ഏവിയേഷൻ ഒരു കോവിഡിൻ്റെ സമയത്ത് നമ്മുടെ ഈ എയർപോർട്ടൊക്കെ അടച്ചിട്ട്. സോ ഇൻറ്റേൺഷിപ്പ് ഇല്ല, ഇൻ്റർവ്യൂ ഇല്ല, ഒന്നുമില്ല. സോ എനിക്ക് എങ്ങനെയെങ്കിലും ക്യാഷ് ഉണ്ടാക്കണം. ഞാൻ ലോൺ എടുത്തൊക്കെയാണ് പഠിച്ചത്. അപ്പോൾ അതെല്ലാം എനിക്ക് റിക്കവർ ചെയ്യണം. അപ്പം അങ്ങനെ ഞാൻ എൻ്റെ കഥ പറയുമല്ലോ കേട്ടോ, ഞാൻ ജസ്റ്റ് അതിലേക്ക് എത്തിപ്പെടുകയാണ്. എങ്ങനെയെങ്കിലും എനിക്ക് ആ ഫൈനാൻഷ്യൽ ബേർഡൻ ഒഴിവാക്കി ഞാൻ പറഞ്ഞ പോലെ തന്നെ 20 to 28 വയസ്സിലുള്ള ഒരു മെയിൽ ഹ്യൂമൻ ചിന്തിക്കുന്നത് പോലെ എനിക്ക് എങ്ങനെയും വെൽ സെറ്റിൽഡ് ആവണം ലൈഫിൽ. വെൽ സെറ്റിൽഡ് ആയാൽ മാത്രം പോരാ. എൻ്റെ തുടക്കത്തിലൊക്കെ എൻ്റെ തോട്ടെന്ന് പറയുന്നത് എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ക്യാഷ് ഉണ്ടാക്കണം, എൻ്റെ ഫാമിലിയുടെ ബ്ലഡ് ലൈൻ മാറ്റണം എന്നൊക്കെ ഒരു മൈൻഡ് സെറ്റാണ്. പണ്ട് പോലെ എനിക്ക് ആ ഒരു തോട്ടുണ്ട്. പക്ഷേ എനിക്കറിയത്തില്ലായിരുന്നു അതെങ്ങനെ ചെയ്യണം എന്നുള്ളത്. ഞാൻ ജസ്റ്റ് വിഷയത്തിൽ നിന്ന് നല്ലവരെ മാറുന്നുണ്ട്. ഞാൻ പെട്ടെന്ന് പറഞ്ഞു വരുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ലൈനിൽ പോയിക്കൊണ്ടിരിക്കുന്ന എനിക്ക് എൻ്റെ ലൈഫിലേക്ക് വരാവുന്ന 2-3 കാര്യങ്ങളാണ്. ഒന്ന് മാരേജ്, 2 മാരേജിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള റിലേഷൻഷിപ്സ് പ്രോബ്ലം, പിന്നെ ഫാമിലി മാറ്റേഴ്സ്. ഇത്രയും കുറച്ച് കാര്യങ്ങൾ മെയിൻ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം എല്ലാം മാറ്റിവെക്കുന്ന, എല്ലാം പ്രയോറിറ്റൈസ് ചെയ്തതിനേക്കാളും ഏറ്റവും കൂടുതൽ ആൾക്കാർ പ്രയോറിറ്റൈസ് ചെയ്യുന്നത് ഈ പറഞ്ഞ റിലേഷൻഷിപ്പിലാണ്. കാര്യം ഒരിക്കലും ഞാൻ ഒരു കാര്യം പറയാം, നിങ്ങളൊരിക്കലും ഈ റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന സംഭവത്തിൽ അധികം കോൺസെൻട്രേറ്റ് ചെയ്യാതിരിക്കുക. കാര്യം ഞാൻ അങ്ങനെയല്ല, നിന്നെ ഗുഡ് വേ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള റൈറ്റ് പേഴ്സൺ ആണെങ്കിൽ ഞാൻ പറഞ്ഞില്ല, ഒരു ട്രേഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം മെൻ്റൽ സ്റ്റെബിലിറ്റി വേണ്ട ഒരാളാണ് എന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് ഈ വീഡിയോ കാണുന്നത് ഒരു ബിഗിനർ ആയിരിക്കരുത് എന്നുള്ളത്. ആണെങ്കിലും മേ ബി ഫ്യൂച്ചറിലാക്കി ഇത് മനസ്സിലാവും. കാര്യം ഒരു ട്രേഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ മെൻ്റൽ സ്റ്റെബിലിറ്റി എത്രത്തോളം മാറ്റർ ആണെന്ന് നിങ്ങളുടെ പാർട്ണർക്ക് മനസ്സിലാകണം. ഇല്ല എങ്കിൽ അത് ഭയങ്കര രീതിയിൽ ക്ലാഷ് ആവും. ചിലപ്പം ഞാൻ പറയാം, ഒബ്വിയസ്ലി യെസ്, നിങ്ങളുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അല്ല ഒരിക്കലും നിങ്ങളുടെ ഡേനെ ലീഡ് ചെയ്യുന്നത്. അത് ശരിയാണ്, ഒരു ബെറ്റർ ട്രേഡർ അങ്ങനെയല്ല. പക്ഷേ തുടക്കകാലത്ത്, അതായത് ഞാൻ പറഞ്ഞിട്ട് നിങ്ങളൊരു 15 വയസ്സിലാണ്, ഒരു 20 വയസ്സിലാണ് ട്രേഡിങ്ങിലേക്ക് വരുന്നതെങ്കിൽ, നിങ്ങൾക്ക് ആ ഒരു ടൈമിൽ റിലേഷൻഷിപ്പൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പതിയെ ആ റിലേഷൻഷിപ്പിൽ ലാഗാവും. നിങ്ങൾ ട്രേഡിങ്ങിലേക്ക് മോർ കോൺസെൻട്രേറ്റ് ആയി തുടങ്ങും. ചിലപ്പോൾ നിങ്ങൾക്ക് വിളിക്കാൻ പറ്റത്തില്ല, ചിലപ്പോൾ നിങ്ങളുടെ അക്കൗണ്ട് ബ്ലോക്ക് ആകുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ട്ണറുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങളുടെ മെൻ്റൽ സ്റ്റെബിലിറ്റി എൻ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും. സ്റ്റിൽ ഇത് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരാളായിരിക്കണം. അല്ല എങ്കിൽ ഈ ആൾ നിങ്ങളോട് ഇങ്ങനെ പെരുമാറുന്നതനുസരിച്ച് നിങ്ങളുടെ മൈൻഡ് പിന്നെയും ഡിപ്രസ്ഡ് ആവുകയും നിങ്ങൾ ട്രേഡിങ്ങിലും നിങ്ങൾ മെൻ്റലി ഡിപ്രസ്ഡ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ട്രേഡിങ്ങിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. സോ നിങ്ങൾക്ക് അവിടെ ഇല്ലാത്തൊരു ലെവലെത്തും. സോ അതുകൊണ്ട് ഒന്നാമത്തെ കാര്യം, ചൂസ് ദ റൈറ്റ് പേഴ്സൺ. ഓർ ഇപ്പം നിങ്ങൾക്ക് ഓൾറെഡി ഉണ്ടെങ്കിൽ ടോക്ക് ടു ദം ആൻഡ് നിങ്ങൾ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞ് മനസ്സിലാക്കുക. അതായത് ഇത് ഇറ്റ്സ് നോട്ട് ജസ്റ്റ് എ ജോബ് ഓർ ഇങ്ങനെ ഇതൊരു ജസ്റ്റ് നോർമൽ ആക്ടിവിറ്റി അല്ല. ഒരു ട്രേഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രൈങ് ടു ബിക്കെയിം എ ട്രേഡർ എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ജസ്റ്റ് എ നോർമൽ പ്രോസസ്സ്. അല്ലെങ്കിൽ ഒരു കോഴ്സ് പഠിച്ചിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ ഒരു തിയറിറ്റിക്കൽ സബ്ജക്റ്റ് പഠിച്ചിട്ട് ഒരു എത്തിപ്പെടുന്ന ഒരു ലെവലിലേക്ക് എത്തുക. അല്ലെങ്കിൽ നമ്മൾ കൺവെൻഷണൽ തോട്ട് അതാണ്, ഹാർഡ് വർക്ക് ചെയ്യുക, റിവാർഡ് എടുക്കുക എന്നുള്ളൊരു സംഭവമാണ് കൺവെൻഷണൽ തോട്ട്. അതായത് അങ്ങനെയാണല്ലോ. അതായത് ഇപ്പം നമ്മൾ എത്ര ഹാർഡ് വർക്ക് ചെയ്താലും നമ്മൾക്ക് കിട്ടുന്ന റിസൾട്ട് ഒരിക്കലും സെയിം അല്ലായിരിക്കും. അപ്പം നിങ്ങളും നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാളോട് ഒരുമിച്ച് ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ആൾക്ക് കിട്ടുന്ന ഡിഫറെൻറ്റ് റിസൾട്ട് ആയിരിക്കും. നിങ്ങൾക്ക് ചിലപ്പോൾ കുറച്ച് താഴെ ആയിരിക്കും. സോ ഇറ്റ്സ് നോട്ട് അബൌട്ട് യുവർ ഹാർഡ് വർക്ക് ആക്ച്വലി. ട്രേഡിങ്ങിൽ മൈൻഡ് സെറ്റാണ്. സോ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പാർട്ട്ണറിനെ ഇത് നല്ല രീതിയിൽ തന്നെ സീരിയസ് ആയിട്ട് പറഞ്ഞ് മനസ്സിലാക്കുക. അതായത്
എനിക്കറിയാം ഞാൻ എന്താണ് ചെയ്യേണ്ടത്, എനിക്ക് ഇത്ര ടൈം ഞാൻ ഇതിലേക്ക് കൊടുക്കും. അപ്പം ഈ ഒരു സമയത്ത് എൻ്റെ മെൻ്റൽ സ്റ്റെബിലിറ്റി എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഈ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റണം, ആണാണേലും പെണ്ണാണെങ്കിലും. അല്ല എങ്കിൽ നിങ്ങൾ ആ ഒരു റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്യുന്നതിൽ ആസ് എ ട്രേഡർ നിങ്ങൾക്ക് എത്രത്തോളം നിങ്ങളെ ഹെൽപ്പ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം ഒരിക്കലും ഞാൻ പറയട്ടെ, നമ്മൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങൾ ഇഫ് യു വാണ്ട് ടു ബി എ ട്രേഡർ അല്ലെങ്കിൽ ആ ഒരു സംഭവം മൈൻഡിൽ കയറിയിട്ടുള്ള ഒരാളാണെങ്കിൽ സംഹൗ യു വിൽ എൻഡ് അപ്പ് വിത്ത് ദിസ് സെയിം തിങ് ഇൻ ദിസ് ഫീൽഡ്. അതായത് ഈ ഒരു സംഭവത്തിലെ ഡ്രാസ്റ്റിക് ആയിട്ട് ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ, ഞാൻ പറഞ്ഞില്ല ഇതൊരിക്കലും പാഷൻ അല്ല ട്രേഡിങ്, അത് ഞാൻ നേരത്തെ ലൈവ് പറഞ്ഞിട്ടുണ്ട്. ട്രേഡിംഗ് ഒന്നും ഒരു പാഷൻ അല്ല, ഇതൊരു മെൻ്റൽ ഗെയിം. നമുക്ക് ഇതിനൊക്കെ ഒരു ഇഷ്ടം വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതിനകത്തൊന്നും എനിക്ക് പോകാൻ പറ്റത്തില്ല. അപ്പം ആ ഒരു ലെവലിൽ നിൽക്കുമ്പോൾ എനിക്ക് എൻ്റെ കൂടെ ഉള്ള പാർട്ട്ണറും അല്ലെങ്കിൽ എൻ്റെ ലൈഫിലേക്ക് വരുന്ന, എൻ്റെ ലൈഫിന് ലോങ് ഞാൻ മരിക്കുന്നവരെ എൻ്റെ കൂടെ ജീവിക്കാൻ പോകുന്നു, എൻ്റെ കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ പോകുന്ന ഒരാളാണ്. അപ്പം ആ ഒരു കാര്യവും ഇതും ആയിട്ട് ബ്ലെൻഡ് ചെയ്യാൻ പോകുന്ന ഒരാളായിരിക്കണം. ഇതിനെപ്പറ്റി ഇതത്ര ഇമ്പോർട്ടൻ്റ് കാര്യമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അല്ലാത്ത പക്ഷം നിങ്ങളുടെ ഈ ഒരു സ്റ്റേജിൽ നിങ്ങളെ പിന്നെയും കുറ്റപ്പെടുത്തുകയും നിങ്ങളെ പിന്നെയും ഡ്രാസ്റ്റിക്കായിട്ട് അടിച്ച് താക്കുകയും ചെയ്യുന്ന ആളാണ് നിങ്ങളുടെ ലൈഫിലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഓപ്പണായിട്ടൊരു കാര്യം പറയാം, ഇറ്റ് മേ ടേക്ക് മോർ ടൈം ടു റിയലൈസ് ദാറ്റ് യു ആർ നോട്ട് ഗോയിങ് ടു ബി ഓക്കെ വിത്ത് ഇറ്റ്. ആ ഒരു റിലേഷൻഷിപ്പിൽ കാര്യം ഞാൻ മനസ്സിലാക്കിയത് ഇങ്ങനെയാണ്, ഞാൻ തന്നെ ചേഞ്ച് ഔട്ട് ചെയ്തതാണ്. സോ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് കാര്യം അതാണ്. നിങ്ങൾ യു ടോക്ക് ടു യുവർ പാർട്ട്ണർ. ആൻഡ് ഇപ്പോൾ നിങ്ങൾക്കൊരു പാർട്ട്ണർ ഇല്ല എങ്കിൽ, ഓക്കെ, ഇഫ് യു ആർ സിംഗിൾ, നിങ്ങളുടെ ഫസ്റ്റ് പ്രയോറിറ്റി ഇതായിരിക്കണം. ഇഫ് യു വാണ്ട് ടു ബി എ ട്രേഡർ, നിങ്ങളുടെ ഫസ്റ്റ് പ്രയോറിറ്റി നിങ്ങളെ മനസ്സിലാക്കുന്നത്. അതിനിപ്പോൾ ഏത് റിലേഷൻഷിപ്പിലാണെങ്കിലും അങ്ങനെയാണ്, അതെനിക്കറിയാം, സ്വന്തം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കുന്നതിനാണ്. ബട്ട് സ്റ്റിൽ ഇതൊരു മെൻ്റൽ മോഡൽ ബിൽഡ് ചെയ്തിട്ട് മാത്രമേ നിങ്ങൾ ഒരു റിലേഷൻഷിപ്പിലേക്ക് കടക്കാവൂ. അല്ല എങ്കിൽ നിങ്ങൾക്ക് ആ പ്രോബ്ലം ഈ പ്രോബ്ലം എല്ലാം കൂടെ ഒരുമിച്ച് നിങ്ങൾക്ക് ബെയർ ചെയ്യാൻ പറ്റത്തില്ല. യു ആർ എ ഹ്യൂമൻ, നോട്ട് എ റോബോട്ട്. രണ്ടാമത്തെ കാര്യം, ഗോഡ് അല്ലെങ്കിൽ റിലീജിയൻ അല്ലെങ്കിൽ എ ഹോപ്പ്, എ ലിവിങ് ഹോപ്പ്, അല്ലെങ്കിൽ ഹോപ്പ്, അത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അല്ലെങ്കിൽ ഗോഡോ റിലീജിയനോ എന്ന് ഞാനുള്ള രീതിയിൽ കോട്ട് ചെയ്യുന്നില്ല. ഇനി അങ്ങനെ പറയുമ്പോൾ എന്തെങ്കിലും കോൺട്രവേഴ്ഷ്യൽ ആയാലോ. ഞാൻ ഓപ്പണായിട്ടൊരു കാര്യം പറയാം, ഞാൻ ട്രേഡർ ആവുന്നതിന് മുമ്പേ ഐ വാസ് എ ഹാർഡ് കോർ എത്തീസ്റ്റ്. ബീയിങ് ആൻ എത്തീസ്റ്റ് ഓർ ബീയിങ് എ ഗോഡ് ബിലീവർ ഡസൻറ്റ് മാറ്റർ ആക്ച്വലി. ഐ മീൻ അങ്ങനെയല്ല ഞാനിവിടെ പറയുന്നത്. ഇറ്റ്സ് ഓൾ അബൌട്ട് ദ മൈൻഡ് ഗെയിം, മെൻ്റൽ സ്റ്റെബിലിറ്റി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ, അതായത് യെസ്, സയൻസ് ഈസ് സോ ഗുഡ് ആൻഡ് സയൻറ്റിഫിക് ടെമ്പർ ഉണ്ടായതുകൊണ്ട് തന്നെയാണ് ഞാൻ എവിടെയോ ഒന്നും പോയി പെടാതെ, ഐ മീൻ ഈ ട്രേഡിങ്ങിലാണെങ്കിൽ പോലും ഉള്ള ക്രാപ്പിലെല്ലാം പോയി പെടാതെ അവിടുന്ന് എനിക്കൊരു ക്യൂരിയോസിറ്റി ബിൽഡ് ചെയ്ത് വാട്ട് ഈസ് ആക്ച്വലി ഹാപ്പനിങ്, ഫ്രാക്ടൽ മാർക്കറ്റിൻ്റെ നേച്ചറും അല്ലെങ്കിൽ ടൈം ആൻഡ് പ്രൈസിലേക്കൊക്കെ എത്തിപ്പെട്ടത് എൻ്റെ ഉള്ളിൽ ആ സയൻറ്റിഫിക് ടെമ്പർ ഉള്ളതുകൊണ്ട് മാത്രമാണ്. വൈ ഇറ്റ്സ് ഹാപ്പനിങ് എന്നുള്ളൊരു തോട്ട് എൻ്റെ മൈൻഡിലുള്ളതുകൊണ്ട് മാത്രമാണ്. സോ എൻ്റെ സയൻറ്റിഫിക് ടെമ്പറിനെ ഞാൻ ഒരിക്കലും ബ്ലെയിം ചെയ്യുമല്ല. വെൻ യു ആർ മോർ സയൻറ്റിഫിക്കലി ലിറ്റേർഡ്, എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്, ദിസ് ഈസ് മൈ ഒപ്പീനിയൻ, എൻ്റെ അണ്ടർസ്റ്റാൻഡിങ് ആണ്. ഇപ്പം ഞാൻ പറയാൻ പോകുന്ന കാര്യം ചിലപ്പോൾ ഒരു കോൺട്രവേഴ്ഷ്യൽ ആയിട്ട് നിങ്ങൾക്ക് തോന്നാം. വെൻ യു മോർ സയൻറ്റിഫിക്കലി ലിറ്റേർഡ് യു വിൽ ഗെറ്റ് മോർ ഈഗോ. നിങ്ങൾ കുറേ കൂടെ ഈഗോ നിങ്ങൾക്ക് ബിൽഡ് ചെയ്യും. അതായത് ഇതാണ് കറക്റ്റ്, അല്ലെങ്കിൽ ഇതെങ്ങനെയാണ്, അല്ലെങ്കിൽ ഇതിനപ്പുറം എന്തെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ആക്ച്വലി അത് പറ്റില്ല എന്നുള്ളതല്ല, അത് നിങ്ങൾക്ക് എങ്ങനെയും അതങ്ങനെ അല്ല, ഇങ്ങനെ തന്നെ ആണ് എന്ന് നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാനുള്ളൊരു ടെൻഡൻസി എപ്പോഴും ഉണ്ടാവും. സോ ഇൻ ദ കേസ് ഓഫ് ഗോഡ് ഐ വാസ് ദ സെയിം തിങ്. ഞാനെങ്കിൽ ആ സെയിം കാര്യമായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അതായത് ഞാൻ എൻ്റെ ചരിത്രം ജീവിതകഥ എന്ന് പറയല്ല, അങ്ങനെ പറയുകയാണെങ്കിൽ ഇത് കൂടും. എന്നാലും ഞാൻ പറയുകയാണ്, ഞാനൊരു ഒരു പെന്തക്കോസ്ത് ഫാമിലി ജനിച്ച് വളർന്ന ഒരാളാണ്. സോ നിങ്ങൾക്കത് മനസ്സിലാവും എങ്ങനെയായിരിക്കും എൻ്റെ ജീവിത കാര്യങ്ങളും അല്ലെങ്കിൽ എന്നെ വീട്ടിൽ വളർത്തിയതും സൺഡേ സ്കൂളിൽ കൊണ്ടുപോയതും കാര്യങ്ങളൊക്കെ. സോ ആ ഒരു ഹാർഡ് കോർ ലെവലിൽ വളർന്നു വന്നിട്ടുണ്ടെന്ന് ഞാൻ പെട്ടെന്ന് ഐ വാസ് സോ ഹാപ്പി അറ്റ് ദാറ്റ് ടൈം. ആൻഡ് എനിക്ക് ഒരു കാര്യത്തിലും ചിന്തിക്കേണ്ട ആവശ്യമില്ല, വീട്ടുകാരുണ്ട്, എല്ലാം ഉണ്ട്, എൻ്റെ എന്ത് കാര്യമായാലും പ്രാർത്ഥിച്ചാൽ കിട്ടും എന്നുള്ളൊരു മൈൻഡ് സെറ്റിലായിരുന്നു. ഞാൻ പിന്നെ ബാംഗ്ലൂരിൽ പോയി. ഞാൻ കുറേ കൂടെയൊക്കെ സയൻസിലേക്ക് ഞാൻ പറഞ്ഞില്ല, ഞാൻ കുറച്ചുകൂടെ ആസ്ട്രോഫിസിക്സ് ഫോക്കസ് ചെയ്ത ഒരാളാണ്. എനിക്ക് ഫിസിക്സ് ഭയങ്കര ഇഷ്ടമാണ്. ഫിസിക്സ് ഇസ് മൈ ഫേവറേറ്റ് സബ്ജക്റ്റ്, എസ്പെഷ്യലി ആസ്ട്രോഫിസിക്സ്. അപ്പോൾ ആ ഒരു കാര്യത്തിലേക്ക് ഇൻഡെപ്തിലേക്ക് യൂണിവേഴ്സിനെ പറ്റി പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, നമുക്ക് ഈ ഒരു തോട്ട് എപ്പോഴും വരും. ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ ഇത്രയും വേസ്റ്റ് ആയിട്ട് കിടക്കുന്ന ഒരു യൂണിവേഴ്സിനെ ഒരു ക്രിയേറ്റർ ക്രിയേറ്റ് ചെയ്യുന്നതിൽ എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട്, അല്ലെങ്കിൽ എങ്ങനെയാണ് അത് ആക്ച്വലി വർക്ക് ചെയ്യാന്നുള്ളത്. So I started became reading so many books, and
ഐ ഫൈനലി എൻഡ് അപ്പ് വിത്ത് എ ഷോർട്ട് ഹിസ്റ്ററി ഓഫ് നിയർലി എവറിത്തിങ്. എൻ്റെ കയ്യിൽ ഇപ്പോഴും ആ ബുക്കുണ്ട്, എ ഷോർട്ട് ഹിസ്റ്ററി ഓഫ് നിയർലി എവറിത്തിങ്. അതാണ് നെയിം ഇറ്റ് സെൽഫ്, ദ ഷോർട്ട് ഹിസ്റ്ററി ഓഫ് നിയർലി എവറിത്തിങ്. അതായത് ഈ യൂണിവേഴ്സിലുള്ള എല്ലാ കാര്യത്തിനെ പറ്റിയുള്ള ഒരു ബ്രീഫാണിത്. ലിറ്ററലി ഒരു ബൈബിളിൻ്റെ അത്രയുണ്ട്. നെറ്റ്ഫ്ലിക്സോ? ഓഫ്. സോ അതൊരു ബ്രീഫാണ് ആക്ച്വലി. അപ്പോൾ ഞാൻ പറഞ്ഞു എന്താ വെച്ച് കഴിഞ്ഞാൽ, ആ ഒരു വീഡിയോസൊക്കെ ഒരു ബുക്ക് വായിച്ചപ്പോൾ വീഡിയോ ഒന്നും കട്ട് ചെയ്യാൻ എനിക്ക് വയ്യ, കട്ട് ചെയ്താൽ പിന്നെ അത് എഡിറ്റ് ചെയ്യേണ്ടി വരും. അതായത് ബുക്ക് വായിച്ചപ്പോഴല്ല എൻ്റെ സയൻറ്റിഫിക് ലിറ്ററസി നല്ല രീതിയിൽ തന്നെ കൂടുകയാണ് ചെയ്തത്. എന്താണ് യൂണിവേഴ്സ്, എന്താണ് ഐ മീൻ ഫ്രം ക്വാണ്ടം ലെവൽ മുതൽ ഒരു സൂപ്പർ നോവ വരെ, അല്ലെങ്കിൽ ഒരു ക്വാണ്ടം ലെവൽ മുതൽ യൂണിവേഴ്സിൽ ഏറ്റവും ബിഗസ്റ്റ് തിങ് എന്ന് പറയുന്നത് എന്താണ്, മേ ബി ഒരു ബ്ലാക്ക് ഹോളോ അല്ലെങ്കിൽ അതിന് മുന്നേ ഉണ്ടായ ഒരു വലിയൊരു സ്റ്റാറോ എന്ന് എന്തുകൊണ്ടെങ്കിലും പറയാം, മേ ബി വാട്ട് എവർ ഇറ്റ് ഈസ്, അല്ലെങ്കിൽ ഒരു നെബുല ക്ലസ്റ്ററോ വാട്ട് എവർ. അവിടെ മുതൽ ആ ഒരു ലെവൽ വരെ എൻ്റെ നോളജ് ഞാൻ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരുന്നു. അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ എനിക്ക് മനസ്സിലായൊരു കാര്യം, എൻ്റെ മൈൻഡ് ഒരിക്കലും സ്റ്റേബിൾ അല്ല. ലൈക്ക് ഐ എം സോ സ്ട്രെസ്ഡ്. അതായത് എപ്പോഴും ഓരോ കാര്യത്തിൽ ഞാൻ വറീഡാണ്, ഞാൻ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഓരോ കാര്യത്തിലും വറീഡാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ എൻ്റെ ജോലിയുടെ കാര്യത്തിനൊക്കെ വേണ്ടിയിട്ട് ഞാൻ ദുബായിൽ പോകുന്നതും. ഞാൻ പെട്ടെന്ന് പറയാണ്, പതിയെ ഞാനെങ്കിൽ എനിക്ക് എൻ്റെ ലൈഫിലെ ഏറ്റവും ഞാൻ ഇത്രയും ജീവിച്ചതിൽ ഏറ്റവും ഹാർഡസ്റ്റ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഞാൻ ദുബായിൽ വർക്ക് ചെയ്ത സമയത്താണ്. സോ ഐ ഹാഡ് നോബഡി ടു ടോക്ക്. ഈവൻ ഇൻ മലയാളത്തിൽ സംസാരിക്കാൻ പോലും ആരുമില്ലായിരുന്നു. എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവരെല്ലാം പാകിസ്ഥാനികളായിരുന്നു. മലയാളികളും പോയിട്ട് ഇന്ത്യക്കാർ പോലും എൻ്റെ കൂടെ ഇല്ലായിരുന്നു. സോ ഞാൻ അവിടെ ലിറ്ററലി എലോൺ ആയ ഒരു അവസ്ഥയാണ്. സോ എൻ്റെ ഉള്ളിലുള്ള ആ ഒരു പ്രേയിങ്, പ്രാർത്ഥിക്കുന്ന ആ ഒരു മൈൻഡൊക്കെ എനിക്ക് പതിയെ തിരിച്ചു വന്നു. ഐ സ്റ്റാർട്ടഡ് പ്രേയിങ്, ഐ സ്റ്റാർട്ടഡ് ടോക്കിംഗ് ടു സമ്മൺ. ലൈക്ക് എൻ്റെ ഉള്ളിൽ തന്നെ ആ ഒരു സംഭവം എനിക്ക് തന്ന മെൻ്റൽ സ്റ്റെബിലിറ്റി, അതായത് ടോക്കിംഗ് ടു മൈസെൽഫ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നിങ്ങൾക്ക് കാണാം എൻ്റെ ലാസ്റ്റ് ഞാൻ ഫണ്ടഡ് അക്കൗണ്ട് ബ്ലോക്ക് ചെയ്ത വീഡിയോയിലായാലും ഞാൻ അതിനകത്ത് ഒരു സെൽഫ് ടോക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ഒരു സംഭവം ഞാൻ എല്ലാ ദിവസവും അല്ലെങ്കിൽ ലിറ്ററലി ആഴ്ചയിലൊരു കുറേ തവണ ഞാൻ ചെയ്യുന്നൊരു സംഭവമാണ്. അതൊരു പ്രയറായിട്ട് വേണമെങ്കിൽ പറയാം. പ്രയർ ഈസ് വാട്ട് സംതിങ് ലൈക്ക് നിങ്ങളോട് തന്നെ നിങ്ങൾ സംസാരിക്കുകയാണ് ആക്ച്വലി, അല്ലെങ്കിൽ നമ്മുടെ പ്രോബ്ലംസ് നമ്മൾ റിമൈൻഡ് ചെയ്യുകയാണ് നമ്മളോട് തന്നെ, അല്ലെങ്കിൽ നമ്മുടെ ഡിസബിലിറ്റീസ് അല്ലെങ്കിൽ നമുക്ക് വേണ്ട കാര്യങ്ങളെ നമ്മളൊന്ന് റിമൈൻഡ് ചെയ്യുകയാണ് ആക്ച്വലി പ്രയർ എന്ന് പറയുന്നത്. ദാറ്റ്സ് ഇറ്റ് ഗോഡ്. അതായത് വെൻ യു സ്റ്റാർട്ട് പ്രേയിങ് യു വിൽ റിയലൈസ് വാട്ട് യു റിയലി നീഡ് ടു ഡു ആൻഡ് യു വിൽ സ്റ്റാർട്ട് വർക്കിംഗ് ഓൺ ഇറ്റ്. ദാറ്റ്സ് വെയർ ഗോഡ് ഈസ്. അതായത് ഒരിക്കലും ഞാൻ വന്ന് പറയുമല്ല നിങ്ങളുടെ എക്സാം പാസ്സാക്കി തരാനോ അല്ലെങ്കിൽ നിങ്ങളുടെ ട്രേഡിങ്ങിൽ പ്രോഫിറ്റ് ഉണ്ടാക്കി തരാനോ ഫണ്ടഡ് അക്കൗണ്ട് ചലഞ്ച് പാസ്സാക്കാനോ നിൽക്കുന്ന ഒരു ഓൾമൈറ്റി ഗോഡാണ് മേളിയിരിക്കുന്നതെന്നും അല്ല ഞാൻ പറയുന്നത്. ബട്ട് ദർ ഈസ് സംതിങ് ദാറ്റ് യു നീഡ് ടു ബിലീവ്. ഈവൻ അതെന്തിലാണെങ്കിൽ പോലും, ലൈക്ക് ഈവൻ ഇറ്റ് ഈസ് ഹോപ്പ് ഓർ കർമ്മ ഓർ ജീസസ് ഓർ കൃഷ്ണ, അല്ലാഹു, ബുദ്ധ, വാട്ട് എവർ ഇറ്റ് ഈസ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേരിട്ട് നിങ്ങൾക്ക് അതിനെ വിളിക്കാം. ബട്ട് ദ ഓൾമൈറ്റി ഈസ് ദെയർ ആൻഡ് ദ ക്രിയേറ്റർ ഓഫ് ദ യൂണിവേഴ്സ് എന്നൊന്നും ഞാൻ പറയുന്നില്ല. ലൈക്ക് അതൊക്കെ ഒരു വെറും ചെറിയ വാക്കായി പോകുന്ന എനിക്ക് തോന്നുന്നു. അതായത് ഇപ്പം ഞാൻ പറയാൻ പോകുന്ന പല കാര്യങ്ങളും എന്നോട് പലരും ചോദിക്കാറ് കാര്യമാണ്, നീ ഭയങ്കര സയൻറ്റിഫിക്കലി ലിറ്ററലാണെന്ന് നീ തന്നെ പറയുന്നല്ലോ. അങ്ങനെ ഞാൻ ഉദ്ദേശിച്ചിട്ടല്ല ഞാൻ പറയുന്നത് ഒരു നോർമൽ കോമൺ മാനെ വെച്ചിട്ട് ഇപ്പോൾ 25 വയസ്സുള്ള വേറൊരാളെ വെച്ചിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു ടോക്ക് നടത്തുവാണെങ്കിൽ, ഒരു ഡിബേറ്റ് നടക്കുവാണെങ്കിൽ ഐ ക്യാൻ എക്സ്പോസ് മോർ സയൻറ്റിഫിക് തിങ്സ് ടു ദം ടു ഡിക്രീസ് ദെയർ വോയിസ് എന്നുള്ളൊരു സംഭവം. ഇപ്പം എന്തെങ്കിലും ഒരു കാര്യത്തെ പറ്റി പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു മെൻ്റൽ ഹെൽത്തിനെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് കുറേയും കൂടെയൊക്കെ ഒരു സയൻറ്റിഫിക് കാര്യങ്ങൾ അതിനകത്തേക്ക് ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് അവരെ കുറേ കൂടെയൊക്കെ ബിലീവ് ചെയ്യിക്കാൻ പറ്റും. ഞാൻ പറഞ്ഞു മനസ്സിലായി. ഇപ്പം തന്നെ ഞാൻ പറയുന്ന പല കാര്യങ്ങളും സയൻറ്റിഫിക് ബേസിലാണ്. ഞാൻ അങ്ങനെയാണ് ഉദ്ദേശിച്ചത്. അല്ലാതെ എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയാവുന്നതല്ല. ഞാൻ ഇപ്പോഴും ബിഗിനറാണ്, ഇപ്പോഴും ഞാൻ ലേണറാണ്. ഞാൻ ഇപ്പോഴും കാര്യങ്ങൾ സയൻറ്റിഫിക്കലി പുതിയ കാര്യങ്ങളൊക്കെ ഞാൻ വരുമ്പോൾ അത് പുതിയതായിട്ടാണ് ഞാൻ പഠിക്കുന്നതും റീഡ് ചെയ്യുന്നതും. ഓക്കെ, വെൻ ഐ സ്റ്റാർട്ടഡ് പ്രേയിങ് അല്ലെങ്കിൽ ടോക്കിംഗ് ടു മൈ സെൽഫ്, എന്ത് വേണമെങ്കിലും പറയാം, ഐ ഫീൽ സോ ഹാപ്പി. ആൻഡ് എനിക്ക് ഓരോ കാര്യങ്ങൾ റിയലൈസ് ചെയ്യുകയും അല്ലെങ്കിൽ എന്നെ ആ ഒരു രീതിയിൽ ഞാൻ എന്താണെന്നുള്ള ലെവലിലേക്ക് മാറുകയും എൻ്റെ മനസ്സിലാക്കിയ എൻ്റെ ഈഗോ അല്ലെങ്കിൽ ഞാൻ ചെയ്തത് കറക്റ്റാണ് അല്ലെങ്കിൽ ഇത് കറക്റ്റാണ് അല്ലെങ്കിൽ ഇതാണ്
എന്നുള്ളൊരു അല്ലെങ്കിൽ ഞാൻ പറയുന്നത് മാത്രമാണ് കറക്റ്റ് എന്നുള്ളൊരു സംഭവത്തിൽ നിന്ന് അതെനിക്ക് മാത്രമുള്ളൊരു കാര്യമായിരിക്കാം പേഴ്സണലി, അതിൽ നിന്ന് എനിക്ക് മാറാൻ പറ്റി. ഇതിൻ്റെ ഏറ്റവും വലിയൊരു കാര്യം എന്നെ ട്രേഡിങ്ങിൽ ഹെൽപ്പ് ചെയ്തത്, ഐ മൈറ്റ് ബി റോങ് ഇൻ എനി സിറ്റുവേഷൻ. ഞാൻ എത്ര നല്ലൊരാളാണെങ്കിലും എനിക്കും തെറ്റ് പറ്റാം എന്നുള്ളൊരു ചിന്ത എനിക്ക് വന്നതാണ്. സോ സെയിം സംഭവം ട്രേഡിങ്ങിലേക്ക് ബ്ലെൻഡ് ചെയ്യുമ്പോൾ എന്താണ്, അതായത് എൻ്റെ ഈഗോ മാറിയ അവിടെ. അത് ഞാൻ എടുക്കുന്ന ട്രേഡ്സ് എല്ലാം പ്രോഫിറ്റ് ആവണമെന്നില്ല. മേ ബി ഞാൻ ഇനിയിപ്പോൾ എൻ്റെ മെൻറ്റർഷിപ്പിൽ ഒരുമിച്ചിരുന്ന ട്രേഡ്സ് ഞാൻ എസ് അടിക്കാറുണ്ട്. ഇന്നലെ എടുത്ത ട്രേഡ് ഇന്നലെ ട്രേഡ് എടുത്തില്ല, തിങ്കളാഴ്ച ഒരു ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു, സ്റ്റോപ്പ് ലോസ് ആയിരുന്നു. ഈവൻ എല്ലാവരും മുമ്പ് വെച്ചിട്ട് എടുത്തതാണ്. ആൻഡ് എനിക്ക് അതിനുള്ള ആൻസറും സയൻറ്റിഫിക്കലി നോക്കുമ്പോൾ എനിക്കത് പറയാൻ പറ്റും. ദർ ഈസ് നോ ഈഗോ ഓൺ ഇറ്റ്. അതായത് ഇപ്പോൾ ഒരു എസ് അടിച്ചു കഴിഞ്ഞാൽ ഞാൻ അതിനെ പിന്നെ ഫോഴ്സ് ചെയ്യാനോ, ഐ വിൽ ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്. അതായത് രണ്ട് വ്യൂവിലും, അതായത് ആസ് ആൻ ഒരു എത്തീസ്റ്റ് ആയിരുന്നപ്പോൾ എനിക്ക് കിട്ടിയ നോളജ് ഒബ്വിയസ്ലി ആസ് എ ബിലീവർ എന്നെ ഇപ്പം നല്ല രീതിയിൽ തന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഐ എം ട്രൈങ് ടു ബിൽഡ് മൈ മോർ. എനിക്ക് ഞാൻ പറഞ്ഞല്ലോ, ഫോർ മീ ദ മോസ്റ്റ് പവർഫുൾ തിങ് ഈസ് നോളജ്. അതായത് എന്നെ ഒരു പക്ക നോർമൽ ഹ്യൂമനിൽ നിന്ന് ഒരു നോർമൽ എൻ്റെ തോട്ട് എന്ന് പറയുന്ന പക്ക കൺവെൻഷണൽ ചിന്താഗതിയായിരുന്നു. അതായത് ഒരു മെച്യൂറായിട്ട് ചിന്തിക്കുകയോ അല്ലെങ്കിൽ മണിയെ പറ്റി, പൈസ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പൈസ വേണം, സെറ്റിൽഡ് ആവണം, ഭയങ്കര ക്യാഷ് ഉണ്ടാകും, ആ ഒരു മൈൻഡായിരുന്നു തുടക്കം മുതൽ. പക്ഷേ ആ ഒരു വേ എങ്ങനെയാണ്, ലൈക്ക് എന്താണ് ആക്ച്വലി ഞാൻ ചെയ്യേണ്ടത് എന്നുള്ള ലെവലിലേക്കൊക്കെ എത്തിപ്പെടുത്തിയത് ഈ നോളജാണ്. ഓരോ കാര്യത്തെപ്പറ്റി അറിയുന്നതാണ്. സോ എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് അറിവാണ്. സോ രണ്ട് കാര്യത്തെപ്പറ്റി ഞാൻ ഏറ്റവും ഭയങ്കര വലിച്ചു നീട്ടിയാണ് പറഞ്ഞത്. സോ റിയലി സോറി അബൌട്ട് ഇറ്റ്. ആക്ച്വലി റിലേഷൻഷിപ്പ് ആൻഡ് ദ റിലേഷൻഷിപ്പ് വിത്ത് യുവർ ഗോഡ് ഓർ ഓൾമൈറ്റി, വാട്ട് എവർ ഇറ്റ് ഈസ്, ദ യുവർ ഇന്നർ സെൽഫ്, യു ഇല്ലേ, തത്വമസി എന്നൊക്കെ പറയുന്നത്. അങ്ങനെ വിശ്വസിക്കുന്നവർക്ക് അങ്ങനെ വിശ്വസിക്കാം. യു ആർ ദി ഗോഡ് ഇൻസൈഡ് യുവർ സെൽഫ് എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാം. സോ കുറേ കാര്യങ്ങൾ പറയേണ്ടതായിട്ടുണ്ട്. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു ഇങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ പതിയെ നിങ്ങൾ ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരുമ്പോഴാണ് നിങ്ങൾ പതിയെ സെറ്റ് ആവുന്നത്. ഇനിയിപ്പോൾ ഏറ്റവും മെയിനായിട്ട് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, യു ആസ് എ പേഴ്സൺ, വാട്ട് യു ആർ ഈറ്റിംഗ്, നിങ്ങൾ എന്താണോ കൺസ്യൂം ചെയ്യുന്നത്. ഞാൻ ഇതിനെപ്പറ്റി നേരത്തെ പറഞ്ഞിട്ടുണ്ട്. യുവർ ഫുഡ് ഹാബിറ്റ് ആസ് എ ട്രേഡർ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഞാൻ ഇതിന് നേരത്തെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ എൻ്റെ മെൻറ്റർഷിപ്പിൽ ഒരു പുതിയൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എങ്ങനെ ഒരു ക്ലീനായിട്ട് ഒരു ഡയറ്റ് ബിൽഡ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടെ ഈറ്റിംഗ് ഹാബിറ്റ് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ പെട്ടെന്ന് ഒരു ലൈഫ് സ്റ്റൈൽ ചേഞ്ച്, പെട്ടെന്ന് മീൻസ് ഒരു സ്വിച്ച് ഇട്ട പോലെയല്ല, ഒരു ചേഞ്ച് കൊണ്ടുവന്ന് പതിയെ അതിലേക്ക് അഡാപ്റ്റായി ലൈഫ് സ്റ്റൈൽ ബ്ലെൻഡ് ചെയ്യുക എന്നുള്ളൊരു സംഭവം ഞാൻ ചെയ്യുന്നുണ്ട്. ഒരു സീരീസ് കുറച്ച് ദിവസമായിട്ട് ലാഗാണ്. ഞാൻ എൻ്റെ കഴിഞ്ഞ ഈസ്റ്റർ വീക്ക് ആയിരുന്നു, പിന്നെ ഇന്നലെ ഒന്നും ഞാൻ ഇവിടെ ഇല്ലായിരുന്നു, കുറച്ച് കാര്യങ്ങളായിട്ട് അത് ഞാൻ ലാഗായിരുന്നു. അപ്പോൾ വീഡിയോ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ മെൻറ്റർഷിപ്പിലുള്ളവർ സോറി, ഞാൻ ഈ ഒരു വീക്കിൽ അത് മാക്സിമം കംപ്ലീറ്റ് ചെയ്യാൻ നോക്കാം. സോ അത്രയും കാര്യങ്ങളുള്ളൂ പറയാൻ. അത്രയും കാര്യങ്ങളുള്ളൂ പറയുന്നതല്ല, ഇപ്പം ഞാൻ അത്രയും പറയുന്നുള്ളൂ. ഓൾമോസ്റ്റ് 22 minutes ആയി, ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. ഇനിയിപ്പോൾ റിലേഷൻഷിപ്പിനെ പറ്റി പറയുകയാണെങ്കിൽ അതിൽ എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യുക, ഹൗ ടു ഫൈൻഡ് ഔട്ട് എ പെർഫെക്റ്റ് ഗേൾ ഓർ മെൻ എന്നുള്ളൊരു സംഭവം, ഐ മീൻ എൻ്റെ പെർസ്പെക്റ്റീവിലാണ് ഞാൻ പറയുന്നത്. അല്ലെങ്കിൽ എങ്ങനെയാണ് നിങ്ങളൊരു ഡിപ്രഷനിലാണെങ്കിൽ അതിനകത്തുനിന്ന് എങ്ങനെ റിക്കവർ ചെയ്ത് വരണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഒരു ട്രാക്കിലേക്ക് എങ്ങനെ തിരിച്ചെത്താം, അല്ലെങ്കിൽ നിങ്ങൾ ഇത്രയും നാളും നിങ്ങൾക്ക് എങ്ങനെ ഒരു പെട്ടെന്ന് ഉദ്ദേശിക്കുന്ന ഒരിക്കലും സ്വിച്ച് ഇട്ട പോലെ അല്ല. അതായത് നോർമലായിട്ട് ചിന്തിക്കുന്നതിനേക്കാളും കുറേ കൂടെയൊക്കെ ബെറ്റർ ആയിട്ട് നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളുടെ ട്രാക്കിലേക്ക് തിരിച്ചു കയറാം എന്നുള്ളൊരു സംഭവം ഞാൻ പറയാം ടൈമുള്ളപ്പോൾ. സോ എനിവേ, താങ്ക് യു ഫോർ യുവർ ടൈം. ആൻഡ് ഐ ഡോണ്ട് നോ, ഞാൻ പറഞ്ഞല്ലോ, ഞാനൊന്നും ഇൻറ്റൻഷനലി എടുക്കുന്ന വീഡിയോസേ അല്ല. ലൈക്ക് ഐ എം ജസ്റ്റ് ട്രൈപോഡുണ്ട്, പ്ലേയിങ്, ജസ്റ്റ് സെറ്റ് ചെയ്യുന്നു ആൻഡ് വീഡിയോ എടുക്കുന്നു, പോസ്റ്റ് ചെയ്യുന്നു, ഡിസ്ക്ലൈമർ ഇടാം ഫസ്റ്റ്, എന്നിട്ട് പോസ്റ്റ് ചെയ്യുന്നു. ആൻഡ് ഐ എം ഗെറ്റിംഗ് സോ മെനി മെസ്സേജസ് ദാറ്റ് ആൾക്കാർക്ക് ഇത് ഹെൽപ്പ് ആവുന്നുണ്ടെന്നുള്ളത് എനിക്കറിയാം. ഒബ്വിയസ്ലി യെസ്, ബിക്കോസ് എനിക്ക് ഓരോരുത്തരും അറിയാം. കാര്യം ഞാൻ പോയ സിറ്റുവേഷൻ വഴിയാണ് നിങ്ങളും പോയിക്കൊണ്ടിരിക്കുന്നത്. പലരും നല്ലത്. ഇത് ഞാൻ ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ എടുത്ത് നോക്കിക്കോ, നിങ്ങളുടെ പ്രോബ്ലംസ് 100% എടുത്ത് നിങ്ങൾ 99 ഹ്യൂമൻസ് സ്ട്രഗിൾ ചെയ്യുന്ന സെയിം സംഭവമായിരിക്കും. അതാണ് ട്രൈങ് ടു ബി ദ 1% എന്ന് പറയുന്നൊരു സംഭവം. ഇപ്പം ഞാനൊരു ചുമ്മാ ഒരു സംഭവത്തെ പറ്റി ഒരു വീഡിയോ ചെയ്തെന്ന് വിചാരിച്ചോ, അതായത് ഹൗ ടു ബി ഡിസിപ്ലിൻഡ്. ആ വീഡിയോ 100%, 99.9 ആൾക്കാരും അത് ട്രേഡിങ്ങിൽ അത് വാച്ച് ചെയ്യും. കാര്യം ഡിസിപ്ലിനാണ് ഏറ്റവും ഹാർഡ്. ഇറ്റ് ഈസ് കോമൺ തിങ്, ഇറ്റ് ഈസ് കോമൺ. ഇനിയിപ്പോൾ കുറേ കൂടെയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ, കുറേയൊക്കെ സെറ്റപ്പ് ആൾക്കാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ, ഇനി ആൾക്കാർക്കൊക്കെ ബുദ്ധി വെച്ച് തുടങ്ങും. അതായത് ചിലരൊക്കെ ഉണ്ട്, അതായത് ഇപ്പം ഞാൻ ഒന്നിനെ ആരെയും കുറ്റപ്പെടുത്തി പറയല്ല, ലൈക്ക്
they are coming with some new strategies and pop up. I don't know how it will go. And use brain always. Thank you for watching.